വിളിച്ചേ? വാ ഉസ്താദ് വാ. സാക്കിർ ഹുസൈൻ സ്റ്റൈലിലല്ലേ ഫിനിഷ് ചെയ്തത്. കൈ വഴങ്ങുന്നില്ല മോളെ. എത്ര നാൾ കൂടിയത്? ആ ക്ഷമയുടെ മുന്നിൽ വെച്ച് ഒരു ദിവസം ഇതുപോലെ തബല വായിക്കണം. അവള് പറയാ ഏട്ടന്റെ ചെണ്ടയാ കൂടുതൽ മാച്ച് എന്ന്. ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ, ചെണ്ട കുട്ടിക്കാം അവളെ കൊണ്ട്. ഒരു വിസിറ്റർ ഉണ്ട്. ആരാ? കോളിയോടും ശേഖരൻ മുതലാളി. എന്താണാവോ? സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റ് ചെയ്തേക്കരുത്. കിട്ടില്ല, തരാൻ മാർഗവുമില്ല. സ്ഥിതി അത്രയും. എന്തായാലും കാണാം. അയ്യോ ഇരിക്കൂ. എന്താ ശേഖരൻ മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ. പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ, ഇളയ മകൻ. ഇരിക്കൂ. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു. കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു ഒന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ. വരേണ്ടത് ഞാനാ, ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ, എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിരത്തുന്നില്ല. ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട്. 1 ഏക്കർ കഷ്ടിയുള്ളത്. ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണാ. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തു ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാർ പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16 നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടൻ ഗിരി പാറക്കോടൻ രായൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? വെറുതെ പറഞ്ഞിട്ട്. ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങാം. ഞാനിപ്പോ കുറച്ച് ടൈറ്റാണ്. ബിസിനസ് ഒക്കെ ഡല്ല, അറിയാലോ. പൊതുവേ പണം ആരും ഇറക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത്. അതൊന്നുമല്ല, നന്ദിന നന്നായി പെർഫോം ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അച്ഛൻ വിളിക്കുന്നു. ശരി വരട്ടെ. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ. ആ. എടി, ഒന്ന് മനസ്സിലാക്കി കേട്ടോ. എന്റെ പേഴ്സണൽ അഫയേഴ്സിൽ ഒരാളെ ഞാൻ ഇൻവോൾവ് ചെയ്യിക്കില്ല. അതെന്റെ ഭർത്താവായാലും അച്ഛനായാലും കണക്കാ. എന്താ അംബിക ഇത്? എന്താ ഉണ്ടായേ? അച്ഛൻ മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കണുണ്ടോ? ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാടി നടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കാമെന്ന് ഒരുത്തിയെ ചെരിപ്പൂരി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും. അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പൊലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം 4ാം കിട നാത്തൂൻ പോര്. മറുപക്ഷ തനക്കൊന്നുമില്ലല്ലോ. നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർ മാറി കിടക്കപ്പായിൽ നിന്ന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടി ആയിരുന്നു.
യങ് ബിസിനസ് മാഗ്നറ്റ്സിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ. അംബിക ചേച്ചി ഗൾഫിൽ നിൽക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛന്. വയ്യ അതിനകത്ത്. എത്ര ചെവിക്കൊട്ടി അടിച്ചിട്ടും കേട്ടുപോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കാനുള്ള ചളിപ്പുണ്ട്, മിണ്ടാതിരിക്കുക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല. നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ ആർക്കെങ്കിലും? അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല. അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തന്മാർ എന്റെ അടുത്ത് ഡേർട്ടി ജോസുമായി വരുന്നത്. ഈ നരകത്തിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ. വിറ്റ് മുടിച്ചതല്ലേ? പപ്പാ, പപ്പാ, എന്നാ എന്നാ വേണം? ഞാൻ ഗുഡ് മോർണിംഗ്. ഇല്ല, അത് ഗുഡ് മോർണിംഗ് അല്ലേ? ഉണ്ട്. എന്നാ പറ. ഗുഡ് മോർണിംഗ്. പപ്പ സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസായി? ഏയ് ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേയ്, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഓ, ഞാൻ ഈയിടെ ഒരു തമിഴ് മാഗസിനിൽ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തി 3-4 ഏലസ് കിടക്കണല്ല. കംപ്ലീറ്റ് ആളെ മയക്കണം മന്ത്രങ്ങൾ തന്നെ. ഞാൻ കണ്ട്. അല്ലേ, അപ്പൊ വണ്ടി എടുക്ക. എന്ത് പറ്റി? ഒന്നുമില്ല, താൻ ആ വീഡിയോക്കാരെ സെറ്റിൽ ചെയ്തിട്ട് വാ. ശരി. എന്താ മൂടൊന്നും മാറിയ പോലെ? ഒന്നുമില്ല. പപ്പയുടെ വിവാഹം ഉടനെ നടത്തണം. ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട. നീ ഒരു ചേർത്താ? ഇതാരാ ഇവിടെ വന്ന് കളിക്കാൻ? ആരും ആവാം. യൂസഫ് ഷായുടെ പിള്ള. അവനെ ഇതിന് ധൈര്യം കാണിക്കൂ. നമുക്ക് പുറകെ വിട്ടാലോ? വേണ്ട, പപ്പയെത്തുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം.
രാവിലേക്ക് മുമ്പ് നീ ഗ്ലാസ് മാറ്റിയിട്ടേക്ക്. ഗ്രീൻ റൂമിൽ അവസാനത്തെ റഷ് അത് ഏട്ടനൊന്ന് കാണായിരുന്നു. എന്താ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്. ആ പോപ്പ ഫാൻസ് ഒന്നുമല്ല. ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ. ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ചാ പറഞ്ഞത് ഗംഭീരായ മോളെന്ന്. പിന്നെ നട്ടുവം ശേഷാറാവു സാർ, ഗോദവർമ്മ രാജ, രേവതി ഉണിത്തിരി, താര ആർട്ട് സെന്ററിലെ രാമമൂർത്തി കണ്ണു വീഴ്ചതാ ഇങ്ങനെ. ഒരു 2 സ്പൂൺ മുളക് പൊടി വാരിയിടണം. ആ രാമമൂർത്തിയുടെ കണ്ണിലോ? ദേവകിയമ്മയോട് പറഞ്ഞ രസത്തിന് എരിവ് പോരാ. എന്നിട്ട് കേക്കട്ടെ. ഏട്ടനൊന്നും ശ്രദ്ധിക്കുന്നില്ല. മതി, ബാക്കി ദേവകിയമ്മ ചെയ്തോളൂ. എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ. ഏട്ടന്റെ പപ്പക്കുട്ടി ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം, മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെന്താ ദേവിയമ്മേ? പാവയ്ക്ക സാമ്പാർ. പാവയ്ക്ക സാമ്പാർ, അത് മറന്നു. പിന്നെ കിണ്ണം കാച്ചി ഒരു മോർ കാളനും. ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നീ പോയി കൈ കഴുകിയിട്ടിരിക്കെ. നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം. കാലിന് എന്താ വേദന എന്നറിയോ? എല്ലെല്ലാം നുറുങ്ങിപ്പോയ പോലെ. ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലോട്ട് ഒഴിഞ്ഞു. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കൈയിട്ട് സുഖമായിട്ട് കിടക്കണം. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. ഹലോ, ആരാ? ആരാ? എനിക്കേട്ടാ. ഹായ്, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പ്രോഗ്രാമിന്റെ സക്സസ് അത് നന്ദന്റെ മിടുക്ക. പിന്നല്ലാതെ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. എനിക്കൊന്ന് കാണാൻ തോന്നുന്നു. എന്താ അതിൽ ഇത്ര വലിയ തെറ്റ്? ഒന്ന് കാണണം തോന്നി, അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഓ, വലിയൊരു അഡ്വൈസർ. കണ്ണട വെച്ചോണ്ട് മാത്രം ആളുകൾക്ക് വലിയ മെച്ചൂരിറ്റി ഒന്നും വരില്ല. ഓ, ആരാ പപ്പ അത്? ഏട്ടാ, വേഗം സംസാരിച്ച് അവസാനിപ്പിക്കേ, കഴിക്കാം. സംസാരിച്ചു കഴിഞ്ഞു. നന്ദനായിരുന്നു ഏട്ടാ. ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് വിളിച്ചതാ. ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറയാൻ. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. അതിന് മുകളിൽ ക്രിയേറ്റീവായ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളർത്തരുത്. പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടൻ കൂടെ ചിന്തിക്കുന്നുണ്ട്. രാവും പകലും അതിനെക്കുറിച്ച്. അതൊന്നും വെറുതെ ആകരുത്. പപ്പയ്ക്ക് മനസ്സിലായോ? പയ്യൻ മിടുക്കനാ. ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയാളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ സ്വാമി, കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ? ശേഖരൻ മുതലാളി തന്നെ പറഞ്ഞു, പൊളിഞ്ഞ കപ്പൽ. പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ പറഞ്ഞയക്കേണ്ടത്? പപ്പയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ 4-5 ജനറേഷന് കഴിയാനുള്ള വക അവളുടെ പേര് കിടപ്പില്ലേ? അനിയത്തിക്കൊരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാമെന്നോ? അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നിയമിക്കാമെന്നോ? ഇല്ല സ്വാമി, വലിയ പണക്കാരനൊന്നുമല്ല, കൊള്ളാവുന്ന കുടുംബം, നല്ല ജോലി, അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു ബന്ധം കിട്ടും. അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. വഴക്ക് പറയരുത്. ഏട്ടന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടേത്. ചെല്ലുമോളെ. എന്താ പപ്പ ഇത്? തലവേദനയാണ് ഏട്ടാ. ഞാൻ കിടക്കായിരുന്നു. കുളിച്ചിട്ടുമില്ല, ഒരു വക കഴിച്ചിട്ടുമില്ല. നടക്കുമോളെ. ഡോക്ടറെ കാണണോ? വേണ്ട ഏട്ടാ. എന്താ നിനക്ക്? ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി. അവളുടെ കണ്ണീര് കണ്ടാൽ, അവളെ കരയിച്ചിട്ട് പിന്നെ എന്താ നേടിക്കൊടുത്തിട്ടെന്താ? സേതു, എനിക്ക് ആ പയ്യനെ, നന്ദനെ ഒന്ന് കാണണം. കേറ്.
നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഇല്ല, എന്തുകൊണ്ട്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ആപേക്ഷികമാണ്. നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം, എന്റെ ശരി നിനക്ക് തെറ്റായി കാണാം. വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത്. എന്റെ പ്രശ്നം പപ്പയാണ്, പപ്പ മാത്രം. ഒരു പെൺകുട്ടി ജനിക്കുന്ന നാൾ തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും. പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച് അവളെ പടിയിറക്കുമ്പോഴാണ് അവ തീയണയുന്നത്. പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും ദയ കാണിക്കാതെ, തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ, ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കിയവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരു പെട്ടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായിന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവൾ ഇറങ്ങിപ്പോവും. പറയാം, പ്രസംഗിക്കാം ആദർശങ്ങൾ, കാലണയ്ക്ക് വില പോലും ഇല്ലാത്ത പുരോഗമന ആശയങ്ങൾ. അവൾ ഇൻഡിവിജ്വലാണ്. അവളുടെ ലൈഫ്, ഡ്രീംസ്, അവളുടെ ഫ്യൂച്ചർ തേങ്ങാ കൊലയാണ്. കുപ്പായ മൂരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ 2 പാഴ് ജന്മങ്ങൾ, അച്ഛനും അമ്മയും. പപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ്. എനിക്ക് അനിയത്തിയല്ല, മകൾ. അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാനാണ് ഭാവമെങ്കിൽ, അതിന് നീയാണ് കാരണമെങ്കിൽ, ഈ മണ്ണിൽ ഞാൻ നിന്നെ ചവിട്ടി താഴ്ത്തും. പപ്പയുടെ ഏട്ടന് തെറ്റി. 2 വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും. പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല 2 സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല, വളരാൻ ഞാൻ അനുവദിക്കില്ല. ആരെയും ഭയന്നിട്ടില്ല. പപ്പയോടുള്ള എൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണത്. ഒരറ്റത്തു നിന്നും തീ പിടിച്ചു തുടങ്ങിയ വീട്ടിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഒരിക്കലും പപ്പയെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല. പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് സ്റ്റുപ്പിഡിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല. ജീവിതം തന്നെയാണ് വലിയ കാര്യം, പിന്നെ പണവും. എനിക്കതറിയാം. അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ? അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ. എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പകൽ സ്വപ്നങ്ങൾ കാണാറില്ല. അത് നല്ലത്. എനിക്ക് നിന്നെ ഇഷ്ടമാവുന്നു. പപ്പയെക്കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിന്നോട് അവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ നീ അതറിയണം. നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമുണ്ട്.